മമതയും ശരത് പവാറും യഥാക്രമം പശ്ചിമ ബംഗാളിലെയും മഹാരാഷ്ട്രയിലെയും രണ്ട് പ്രമുഖ പ്രാദേശിക പാർട്ടികൾ, ഞാൻ പ്രാദേശിക പാർട്ടികൾ എന്ന് പറയുമ്പോൾ താത്വികമായ ഒരു പ്രാദേശിക പാർട്ടികളായിരുന്നില്ല. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനും ഒരു ദേശീയ പാർട്ടി പദവി കിട്ടിയിരുന്നു ചില സംസ്ഥാനങ്ങൾ, ആസാമിൽ ഇവിടെയൊക്കെ വെച്ച്. അതുപോലെ NCPക്കും ഒരു ദേശീയ പാർട്ടി പദവി മുമ്പുണ്ടായിരുന്നു. ഇപ്പോ NCP പിളർന്ന് നാശകോശമായി. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ മറുപക്ഷത്തേക്ക് പോയി. മഹാരാഷ്ട്രയിൽ NCPക്ക് വലിയ സ്ഥാനമില്ലാതായി. മാത്രമല്ല ശിവസേനയും തമ്മിലുള്ള ബന്ധവും BJPയുടെ ഇടപെടലും അതവിടെ തകർത്തു. അപ്പൊ ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി NCP എന്ന പേരിൽ അവിടെ നിലനിൽക്കുക അത്ര എളുപ്പമല്ല എന്ന് ബോധ്യം വന്നിട്ടുണ്ട്. അതിനേക്കാൾ ഗുരുതരമാണ് പശ്ചിമ ബംഗാളിലെ സ്ഥിതി. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയം എന്നും ചുരുങ്ങിയത് ഒരു 50 വർഷത്തിലേറെയായി ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ആ പാറ്റേൺ എന്താ? ഏതെങ്കിലും ഒരു കക്ഷി ഭരിക്കുമ്പോൾ സകലമാന ശക്തികളും അവരുടെ കൂടെ നിൽക്കും. ഏതെങ്കിലും കാരണവശാൽ ഭരണം മാറിയാൽ, ഇപ്പൊ 70കളുടെ ആദ്യം അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് സിദ്ധാർത്ഥ ശങ്കർ റായി ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. അതിക്രൂരനായിരുന്നു. ഇടതുപക്ഷത്തെയും മറ്റേ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് എല്ലാവരെയും അടിച്ച് തകർത്ത്. അവിടെ 72-ൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ജ്യോതിബാസ് വരെ 25,000 വോട്ടിന് തോറ്റു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പാണ്. അതും തെരഞ്ഞെടുപ്പൊന്നും ആയിരുന്നില്ല, എന്തൊക്കെയോ ചെയ്തു. 77-ൽ അതിനൊക്കെ പകരം വന്നു. അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെടുകയും അവിടെ ഇടതുപക്ഷം വലിയ തോതിലുള്ള വിജയം നേടുകയും ചെയ്തു. 1977 മുതൽ 2011 വരെ അവിടെ ഇടതുപക്ഷമാണല്ലോ ഭരിച്ചിരുന്നത്. ആ കാലത്ത് തിരിച്ചു സംഭവിച്ചു. സകല സാമൂഹ്യ ദ്രോഹികളും ഗുണ്ടകളും എല്ലാം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ചേർന്നു. അങ്ങനെ ബാക്കി ശത്രുക്കളെ, എതിരാളികളെ അടിച്ചു നിരത്തി. ചിലപ്പോൾ അവർക്ക് സീറ്റില്ല, മത്സരിക്കാൻ പറ്റില്ല, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വന്നു. അതിന്റെ പീക്ക് എത്തിയപ്പോൾ 34 വർഷം എടുത്തു. പീക്ക് എത്തിയപ്പോൾ നന്ദിഗ്രാം വന്നു, സിംഗൂർ വന്നു, നിരവധി പ്രശ്നങ്ങൾ വന്നു. അതോടുകൂടി CPM തകർന്നടിഞ്ഞു. 11-ൽ കുറച്ച് സീറ്റ് CPMന് കിട്ടിയിരുന്നു. 16 എത്തിയപ്പോൾ ശുദ്ധശൂന്യമായി. 21-ലും 26-ലും അതേ അവസ്ഥ തുടർന്നു. CPMന് യാതൊരു ഗതിയില്ല. പക്ഷെ 26 എത്തിയപ്പോൾ അവിടെ പിടിക്കാൻ തന്നെ തീരുമാനിച്ച് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ആസൂത്രണം നടത്തിയിരുന്നു കേന്ദ്ര ഭരിക്കുന്ന BJP. അമിത്ഷായുടെ ടാർഗറ്റ് പ്രോജക്റ്റാണ്. അതിന് അദ്ദേഹം എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചു. ഒന്ന്, കേന്ദ്ര സർക്കാരിലെ ഭരണം ഉള്ള BJP, പിന്നെ ED മുതലായ സകലവിധ യുദ്ധസന്നാഹങ്ങളും, ഒപ്പം SIR-ഉം അതുപോലെ പൗരത്വ നിയമവും, ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷന്റെ യന്ത്രങ്ങളും അടക്കം വലിയ തോതിൽ ഇടപെട്ടു. 90 ലക്ഷം ആളുകളുടെ വോട്ട് ഇല്ലാതാക്കിയാണ് അവിടെ അധികാരം പിടിച്ചത്. ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിന്റെ ഒരു ദിവസം മുമ്പാണ് വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത്. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇലക്ഷൻ നാളെയാണ്, മറ്റന്നാളാണ് ഇലക്ഷൻ എങ്കിൽ ഇന്നാണ് എനിക്ക് വോട്ടുണ്ടോ എന്ന് ഞാൻ അറിയുന്നത്. വോട്ടേഴ്സ് ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, എല്ലാ തരം കളികളും കളിച്ചു, അവിടെ പൊളിച്ചു. മമതയുടെ ഭരണം പോയതിനു ശേഷം പിന്നെ കണ്ടത് തനിയാവർത്തനമാണ്. 1977 കണ്ടത്, 2011 കണ്ടത്, ഇപ്പൊ 2026 വീണ്ടും കണ്ടു. എന്താ കാര്യം? മമതയുടെ കൂടെ നിന്നിരുന്ന, ദീദി എന്ന് പറഞ്ഞ് നിന്നിരുന്ന ആളുകളൊക്കെ വലിയ തോതിൽ കൂറുമാറിപ്പോവും. അതങ്ങനെയാണ്. പോയി അവരൊക്കെ ഇപ്പൊ BJPയുടെ ആളുകളായി. അത് വരും. ഒരു അധികാരമുള്ളിടത്ത് അവർ നിൽക്കൂ. പണ്ട് KT മുഹമ്മദിന്റെ ഒരു നാടകത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഒരാളെ ജഡ്ജി ചോദ്യം ചെയ്യാണ്, ഒരു അന്വേഷണ കമ്മീഷൻ എന്തുവാണ്, നിങ്ങൾ ഏതാ കക്ഷി? ഭരണകക്ഷി. അപ്പൊ അയാൾ ചോദിക്കുമ്പോൾ എപ്പോഴും അതെ, അവരിടയ്ക്ക് മാറാറുണ്ട്, പക്ഷെ ഞാൻ മാറില്ല എന്ന് പറയും. ഞാൻ ഭരണകക്ഷിയാണ് എപ്പോഴും. അതാണ് ബംഗാളിലെ രാഷ്ട്രീയം. ഇപ്പോൾ മമതയെ ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതാക്കാനും, എന്തെങ്കിലും തരത്തിൽ തൃണമൂൽ കോൺഗ്രസ് ബാക്കിയുണ്ടെങ്കിൽ അതിനെ പിളർത്തി ഛിന്ന ഭിന്നമാക്കാനും, അതിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വലിയ തോതിൽ അവരെ മാറ്റി ഇല്ലാതാക്കി. മമതയുടെ കൂടെ ഏറ്റവും അടുത്ത ആളുകൾ എന്ന് പറഞ്ഞ് നിന്നിരുന്ന ആളുകൾ വരെ മമതയെ വിട്ടുപോയി. കാരണം അധികാരം പോയി. ആ ഘട്ടത്തിൽ മമതയ്ക്ക് ഇനി സാധ്യത എന്താണ്? യഥാർത്ഥത്തിൽ അവിടെ CPMനെയൊക്കെ സംബന്ധിച്ചിടത്തോളം BJP വന്ന് നന്നായി. CPMകാർ BJPക്ക് ഒരുപാട് പേര് വോട്ട് ചെയ്തു എന്ന് പറയുന്നത്. മമതയിൽ നിന്ന് രക്ഷപ്പെടാൻ BJPക്ക് വോട്ട് ചെയ്ത CPMകാരാണ് ബംഗാളിലുള്ളത്. ഞാനവരെ കുറ്റം പറയില്ല, കാരണം അവർക്ക് അതൊരു ചോയ്സാണ്. പക്ഷേ ഇനി എന്ത് സംഭവിക്കും? ബംഗാളിൽ ഒരു കാലത്ത്
CPM-ന്റെ ഭരണം ഉറച്ചു നിന്നിരുന്ന ഒരു കാലത്ത് CPM-നെതിരെ കോൺഗ്രസ് മിണ്ടുന്നില്ല, പ്രതിപക്ഷം നിശബ്ദമാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ആളാണ് മമത. അങ്ങനെയാണ് മമത കോൺഗ്രസിൽ നിന്ന് തെറ്റി വലിയ കാരിസ്മാറ്റിക് ആയ ഒരു ലീഡറായി വള്ളിച്ചെരുപ്പിട്ട് തോടിലൂടെ നടന്ന് എല്ലാവരോടും എന്താണെന്ന് ചോദിക്കുന്ന, ഏതാടാന്ന് തിരിച്ചു ചോദിക്കുന്ന ആ രാഷ്ട്രീയവുമായി ജനങ്ങൾക്കൊപ്പം നിന്ന് സമരങ്ങളിൽ പങ്കെടുത്ത് അങ്ങനെ മമത വരുന്നു. ആ മമത ഇപ്പോൾ വന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബംഗാളിൽ ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവ് മമതയാണ്. പിന്നെ അവിടെയുള്ളത് അധീർ രഞ്ജൻ ചൗധരി തുടങ്ങിയ ചില കലാപരിപാടികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല എങ്കിൽ പോലും നമ്മുടെ മുൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരള നിയമസഭയിൽ പ്രതിപക്ഷ പ്രസംഗം നടക്കണായിട്ടപ്പോൾ എനിക്ക് തോന്നി അധീർ രഞ്ജൻ ചൗധരി പാർലമെന്റിൽ സംസാരിക്കുന്ന പോലെ ഉണ്ട്. കാരണം ഇങ്ങനെ ഒരു ദുർബലമായ ശബ്ദത്തിൽ അങ്ങനെ പറയാന്നല്ലാണ്ട് നോക്കി വായിക്കുന്ന പോലെയൊക്കെ തന്നെ പറയാം. അധീർ രഞ്ജൻ ചൗധരി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസ് എവിടെയാന്ന് തന്നെ ആളുകൾക്കറിയില്ല. എന്ന് കോൺഗ്രസിന് എണ്ണവും കുറവാണ്, അത് വേറെ കാര്യം. പക്ഷേ അതുകൊണ്ട് അധീർ രഞ്ജൻ ചൗധരിയെ സംബന്ധിച്ചിടത്തോളം മമത വരുന്നവർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലൊരു സഖ്യം ഉണ്ടാക്കണം എന്ന് അന്ന് തന്നെ പലരും ആവശ്യപ്പെട്ടിരുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞ അധീർ രഞ്ജൻ ചൗധരിയാണ്. എന്നിട്ട് അവിടെ അയാൾക്ക് എന്താണ്ടായ ഒരു പഞ്ചായത്ത് സീറ്റ് പോലും പിടിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. മറുവശത്ത് എല്ലാം തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മമതയ്ക്ക് അധികാരം നഷ്ടപ്പെട്ടു, കൂടെ വന്ന ആളുകൾ വലിയ തോതിൽ പോയി. അങ്ങനെ ഒരു ഘട്ടത്തിൽ മമതയുടെ ഇപ്പോഴും മമതയ്ക്ക് വോട്ടുണ്ടായിരുന്നു അവിടെ. ഇനിയിപ്പോ വോട്ട് കിട്ടുമെന്നറിയില്ല. ഈ ഇന്ത്യ മുന്നണിയുടെ ഈ കഴിഞ്ഞ യോഗത്തിൽ നമ്മൾ കണ്ട വികാര നിർഭരമായ ഒരു പടം ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണേ. മമതാ ബാനർജി വന്ന് സോണിയാഗാന്ധിയെ കെട്ടിപ്പിടിക്കുന്നു. സോണിയാഗാന്ധി മമതയെ കോൺഗ്രസിലേക്ക് തിരിച്ചു വിളിക്കുന്നു. സോണിയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ മമതയോളം ഇറക്കാൻ കഴിയുന്ന ഒരു കാർഡില്ല കോൺഗ്രസിന്. ഇപ്പോഴും മമത തന്നെയാണ് അവരുടെ ട്രംപ് കാർഡ്. അവർക്ക് കുറെയെങ്കിലും ജനപിന്തുണയുണ്ട്, ഒരു ജനങ്ങളുമായൊരു ബന്ധമുണ്ട്, വേറൊരു നേതാവില്ല. അതുപോലെ മമതയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തോതിലുള്ള അറ്റാക്ക് മമതയ്ക്കെതിരെ വരും. എല്ലാ ഏജൻസികളും, ED-യും CBI-യും സകലരും വരും. കാരണം മമതയുടെ കൂടെ നിന്ന് തെറ്റ് ചെയ്ത ആളുകളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇറങ്ങി അപ്പുറത്തേക്ക് പോയി. ഇപ്പൊ സുവേന്ദു അധികാരി മമതയുടെ കൂടെ നിന്ന് എല്ലാ തെമ്മാടിത്തരം ചെയ്ത ആളാണ്. പക്ഷെ അയാൾ വാഷിംഗ് മെഷീനിൽ കയറി, BJP-യുടെ വാഷിംഗ് മെഷീനിൽ കയറി മുഖ്യമന്ത്രി. അങ്ങനെ കുറെ ആളുകൾ പോകും. അവസാനം എല്ലാ കുറ്റവും മമതയുടെ മേൽ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? മമതയ്ക്ക് രക്ഷപ്പെടണം. മമതയുടെ സെൽഫ് ഡിഫൻസ് ഇനി കോൺഗ്രസിലൂടെയാണ് സാധ്യമാവുക എന്നവർ കരുതുന്നു. കാരണം പാർലമെന്റിൽ 100 അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനുണ്ട്. അത് മാത്രമല്ല, നാളെ രാജ്യസഭയിലേക്കോ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് മമതയ്ക്ക് ജയിച്ചു വരാൻ കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ വലിയൊരു ശബ്ദമായി മമത മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ഒരു ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാവും, കോൺഗ്രസിന് സപ്പോർട്ടാവും. മമത പാർലമെന്റിൽ വെറുതെ ഇരിക്കില്ല, ശക്തമായി പോരാടും, ജനങ്ങളുമായി ബന്ധമുണ്ട്. അങ്ങനെ കോൺഗ്രസിനും മമതയ്ക്കും ഒരുപോലെ ഗുണമുള്ള ഒരു ഡീലാവാം ഇത്. ശരത് പവാറിന്റെ കാര്യത്തിൽ അത്രയുമില്ല. കാരണം ശരത് പവാറിന്റെ ആരോഗ്യവും അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ മോശമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മകളുണ്ട്, സുപ്രിയയുണ്ട്. അവരൊക്കെ വേണമെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇപ്പോഴും കുറെ പേരുള്ള പവാർ കുടുംബമാണ്. മറ്റേ മരുമകൻ മരിച്ചതിന്റെ ഫലമായി പിന്നെ അവിടെ അവർക്ക് വലിയ ഹോൾഡില്ല. അപ്പൊ NCP-യുടെ ലെഗസി ഒരു പരിധി വരെ തിരിച്ചു പിടിക്കാൻ ശരത് പവാറിന്റെ ഗ്രൂപ്പിന് കഴിയുകയാണെങ്കിൽ കോൺഗ്രസിനും അത് ഗുണകരമാണ്. ആ അർത്ഥത്തിൽ മഹാരാഷ്ട്രയിലും ബംഗാളിലും കോൺഗ്രസിന് നന്നായിരിക്കും ഇവർ രണ്ടുപേരും തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എന്നാണ് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുക.